പോരാട്ടങ്ങളുടെ രണാങ്കണ ഭൂമിയിൽ സമാനതകളില്ലാത്ത വിപ്ലവ പ്രസ്ഥാനം ശബരിനാഥ് അടക്കമുള്ളവർ അവിടെ ഉണ്ട്. അതിനകത്ത് ബന്ധപ്പെട്ട് ആ പാട്ടിനാണ് പ്രത്യേകതയാണ്. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഒരുപാട് നേതാക്കൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ ഉള്ള പരിമിതമായ സ്ഥലത്തേക്ക് പ്രിയപ്പെട്ട സാഹചര്യങ്ങളെല്ലാം അതിന് മുമ്പോട്ട് കടന്നു ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് വിനോദ് വിശ്വം സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകൽ സെക്രട്ടറി സഖാവ് BGK ഗ്രൂപ്പിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, നമ്മുടെ ഈ പ്രകടനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് ES ബുഖാരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡല സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ കൺവീനർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് BGK കുറുപ്പ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അമരക്കാരൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് വിനോയ് വിശ്വം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറി സഖാവ് സാംഗ ഡാനിയൽ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് ലതാദേവി, പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും നമ്മുടെ ബഹുമാനിയായ വളരെ ആവേശപൂർവ്വമാണ് സഖാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗറിൽ വെച്ച് സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെ നടക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 8 മുതൽ 11 വരെ ആലപ്പുഴ വെച്ചും നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ജൂലൈ 31 200 സഖാക്കൾ പങ്കെടുത്തുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന 8 ലോക്കൽ സമ്മേളനങ്ങളും വലിയ ജനപങ്കാളിത്തത്തോടെയാണ് നടന്നിട്ടുള്ളത്. പരിശോധിച്ചാൽ 100 കണക്കായ സഖാക്കളാണ്, യുവതി യുവാക്കളാണ്, തൊഴിലാളികളാണ്, വിദ്യാർത്ഥികളാണ്, വനിതകളാണ് ഈ യോഗത്തിലും പ്രകടനത്തിലും പങ്കെടുത്തിട്ടുള്ളത്. നമ്മുടെ ആരാധ്യനായ പുരുഷോത്തമൻ സഖാവിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് സഖാവ് മടത്തറയാനിൽ ജാഥാ ക്യാപ്റ്റനായുള്ള സഖാവ് റോയി തോമസും KS ഭൂമാറും അടക്കം നയിച്ചുകൊണ്ടുവന്ന ജാഥ ഉദ്ഘാടനം ചെയ്തത് AYFന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് നിതീഷാണ്. അതുപോലെ തന്നെ കോട്ടുക്കൽ നിന്ന് നയിച്ച് രാജീവ് അടങ്ങുന്ന ടീമാണ് നയിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം സഖാവ് R ലതാദേവിയാണ്.
അതുപോലെ തന്നെ കടയ്ക്കൽ വിപ്ലവ സ്മാരകത്തിൽ നിന്ന് ആരംഭിച്ച് സഖാവ് വി ബാബുവും ആദർശം കൂടി കൊണ്ടുവന്ന ബാനർ ജാഥ ഉദ്ഘാടനം ചെയ്ത സഖാവ് JC അല്ല, സഖാവ് സുദിനും കൂടിയാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പൊതുജനങ്ങളെ, നമ്മുടെ പാർട്ടിയുടെ മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാം വന്നത്. ഇത് പാർട്ടിയുടെ 100ാമത്തെ വർഷമാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് 100 കൊല്ലം പൂർത്തിയാകും. പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടനാ സന്ദർഭമാണ് പാർട്ടി കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം കോൺഗ്രസിന് നാം തയ്യാറാകുമ്പോഴാണ് ഇവിടെ ഈ സമ്മേളനം നാം സംഘടിപ്പിക്കേണ്ടതായിരിക്കുന്നു. പ്രത്യേകമായ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. കടയ്ക്കൽ പാർട്ടിക്ക് മഹത്തായൊരു ചരിത്രത്തെ പറ്റി ഓർക്കാൻ ബാധ്യതയുണ്ട്, കടമയുണ്ട്. അതറിയാം എല്ലാവർക്കും. കടയ്ക്കലിന്റെ മണ്ണ് പോരാട്ടങ്ങളുടെ മണ്ണാണ്. ആ പോരാട്ടങ്ങളെല്ലാം ഈ നാടിന്റെ ഉത്തമമായ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയായിരുന്നു. കടയ്ക്കൽ വിപ്ലവം നമ്മുടെ നാടിന്റെ സ്വതന്ത്ര സമരത്തിന്റെ ഭാഗമാണെന്നും നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ആ പൈതൃകമുള്ള കടയ്ക്കലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാവങ്ങൾക്ക് വേണ്ടിയുള്ള എണ്ണമറ്റ പോരാട്ടങ്ങളുടെ കഥയും പറയാനുണ്ട്. മണ്ണിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യനെപ്പോഴും ജീവിക്കാനുള്ള സ്വന്തം അവകാശബോധത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി എല്ലാം നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുടെ ഭൂമിയാണ് കടയ്ക്കലിന്റെ ഭൂമി. അവിടെയാണ് ഈ കൊടി, കമ്മ്യൂണിസ്റ്റ് കൊടി ഉയർത്തി പറപ്പിക്കാനായി നമ്മളെല്ലാം പ്രതിജ്ഞാബദ്ധരായി പോരാടുന്നു. ഈ പോരാട്ടത്തിന് പ്രത്യേകമായ അർത്ഥവും പ്രാധാന്യവുമുണ്ടെന്ന് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പാർട്ടിയെ കാണാനും, പാർട്ടിയെ സ്നേഹിക്കുവാനും, പാർട്ടിയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും, പാർട്ടിക്ക് വേണ്ടിയും നാടിന് വേണ്ടിയും ജനതയ്ക്ക് വേണ്ടിയും ഇടപെട്ടുവാനും. വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എന്റെ മനസ്സിൽ പറഞ്ഞ മുദ്രാവാക്യം ഞാൻ ഓർത്തു പോകും. ഇതുപോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളും എല്ലാം പങ്കെടുക്കുമ്പോൾ കുട്ടിയായിരിക്കെ കേട്ട ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥവ്യാപ്തി വലുതാണെന്ന് അന്നും ഇന്നും എനിക്ക് തോന്നിപ്പോവുകയാണ്. ആ മുദ്രാവാക്യം ലളിതമാണ്. അതിങ്ങനെ പറഞ്ഞു: കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന്റെ ജീവൻ എന്ന് പറഞ്ഞു. എത്ര അർത്ഥവത്താണ് ആ മുദ്രാവാക്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന്റെ ജീവനാണ്. അതിനകത്ത് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്, ഒരുപാട് ചരിത്ര സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് മൂല്യബോധമുണ്ട്, ഒരുപാട് പ്രതിജ്ഞകളുണ്ട്. നാടിന്റെ ജീവനായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അറിയുമ്പോൾ, ആ പാർട്ടിയുടെ ഭാഗമാണ് നാം തിരിച്ചറിയുമ്പോൾ, നമ്മളെല്ലാം നമ്മുടെ വാക്കിനെ, നമ്മുടെ പ്രവൃത്തിയെ, പ്രസ്ഥാനത്തെ, പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയെല്ലാം രൂപം കൊള്ളിക്കുന്നത് നാം തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോഴേ നാടിന്റെ ജീവനായ പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാകാൻ, പോരാളികളാകാൻ നമുക്കെല്ലാം അവകാശമുണ്ടാകുമെന്ന് ഞാൻ പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാരാരും വലിയവരല്ല, സമ്പന്നരോ പ്രമാണമാരോ ഒന്നുമല്ല. നമ്മളെല്ലാം സാധാരണക്കാരാണ്. നമ്മളെല്ലാം ജീവിത പ്രയാസം അറിഞ്ഞവരാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ വിയർപ്പിന്റെ വിലയും വിയർപ്പിന്റെ ആഴവും പറഞ്ഞുകൊണ്ടാണ് നാം വളർന്നു വന്നത്. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്
ആ വിയർപ്പിനെ, അതിന്റെ മൂല്യങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെവലേശം മറന്നു പോകുന്നതല്ല. 25-ാം പാർട്ടി കോൺഗ്രസിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടിയാണ് ഇന്ത്യയോട് ആദ്യമായി ആ ലക്ഷ്യം പറഞ്ഞത്, പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞത്. അവിടെ മുതൽ ആരംഭിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങൾ. എല്ലാ പോരാട്ടങ്ങളും നാടിന് വേണ്ടിയായിരുന്നു. സ്വാതന്ത്ര്യം, പരമാധികാരം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കർഷക മുന്നേറ്റങ്ങൾ, അതെല്ലാം കൊണ്ട് ഈ പാർട്ടിയുടെ ഉയർത്തുന്ന കാര്യം നാം ഓർക്കുന്നു. അങ്ങനെ ആയിരങ്ങളും പതിനായിരങ്ങളും സ്വപ്നങ്ങളുടെയും വിയർപ്പിന്റെയും അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പാർട്ടി അതുകൊണ്ട് തന്നെ മഹത്തായ പാർട്ടിയാണെന്ന് ഓരോ കമ്മ്യൂണിസ്റ്റുകാർക്കും എപ്പോഴും ബോധ്യമുണ്ടെന്ന് സൂചിപ്പിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്തള്ളിയ വർഷങ്ങളിൽ ഒരുപാട് അനുഭവങ്ങളെ പറ്റി പറയുവാനുണ്ട്. അതെല്ലാം വേണ്ടി പറയുവാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടങ്ങളുടെ ആ ചരിത്രം ഇതെല്ലാം ഓർക്കാനും ഒരിക്കലും കൈവച്ചുകൊണ്ട് വിദഗ്ധപ്പെടുത്തുവാനുള്ള അവസരമായിട്ടാണ് നാം പാർട്ടിയുടെ 25-ാം കോൺഗ്രസിനെയും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ 100-ാം വർഷത്തെയും കാണുന്നത് എന്ന് ഈ പാർട്ടി സമ്മേളനത്തിലേക്ക് പറയുവാൻ നമുക്കെല്ലാം കടമയുണ്ട്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. ആ അവസ്ഥ നാമെല്ലാം തിരിച്ചറിയുന്നത് രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, മോദി ഗവൺമെന്റ്, ആ ഗവൺമെന്റ് വലിയ നീളത്തിൽ വർത്തമാനം പറയാൻ ഒട്ടും കുറവില്ല. പക്ഷെ പ്രവർത്തിക്കുന്നു. അയാളുടെ ചോദ്യം, പ്രവർത്തിക്കാതെ വർത്തമാനം പറയാൻ സമ്മാനമുണ്ടെങ്കിൽ ആ സമ്മാനം മോദിക്കൊണ്ടാണ്. പക്ഷെ ഇന്ത്യക്ക് വേണ്ടത് അത്തരമൊരു വാചകത്തിന്റെ ഗവൺമെന്റ് അല്ല. ഇന്ത്യക്ക് വേണ്ടത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ്. അധികാരപ്പെട്ടപ്പോൾ മോദി പറഞ്ഞ വാക്ക് നമ്മൾ ആരും പറഞ്ഞുകൊടുക്കുകയില്ല. അദ്ദേഹം പറഞ്ഞത് സബ്കാ സാത്ത് എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ എല്ലാവരുടെയും കൂടെയാണ് മാറ്റിവെച്ചുകൊണ്ട് സമാധാനം വേണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെവിടെയും ഒന്നും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന്റെ ഭക്തന്മാരായി നാം നമ്മളെ കാണുന്നില്ല. ആരും അങ്ങനെ യുദ്ധഭക്തന്മാരെ വാലിക്കൂട എന്നാണ് CPI നിലപാട്. പക്ഷേ നാടിന്റെ മേൽ യുദ്ധമടിച്ചേൽപ്പിച്ചാലും ഭീകരവാദികൾ ചെയ്യുന്ന കാര്യം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഖണ്ഡിതമായി പറയുന്നു, ഭീകരവാദം തെറ്റാണ്, രാജ്യദ്രോഹമാണ്, ലോകദ്രോഹമാണ്, ജനദ്രോഹമാണ് ഭീകരവാദം. എന്നാൽ CPI തുടക്കം മുതലേ പറഞ്ഞു, എല്ലാ തരത്തിലും പെട്ട, എല്ലാ തരങ്ങളിലും പെട്ട ഭീകരവാദത്തെ കമ്മ്യൂണിസ്റ്റ് തള്ളി പറയും. അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും പരാജയപ്പെടുത്താനായി ഒന്നിച്ചു നിന്ന് പോരാടും. നാടിന്റെ പൊതുവികാരമാണ്. ആ വികാരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കൈയും നമുക്ക് സ്വാഗതം ചെയ്യും. അതുകൊണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെറുക്കുവാൻ വേണ്ടി രാജ്യം കൈക്കൊണ്ട ഓരോ നീക്കത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് കൈയും പൊക്കി പിന്താങ്ങിയത് മാത്രമല്ല, അതിന്റെ കൂടെ ഇന്നും നാളെയും നിലക്കൊള്ളും.